നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പുതിയ KPCC അധ്യക്ഷന്റെ പ്രഖ്യാപനം ഉടനുണ്ടാകില്ല എന്ന് സൂചന. ഓണത്തിന് ശേഷമായിരിക്കും KPCC അധ്യക്ഷനെ പ്രഖ്യാപിക്കുക. ദില്ലിയിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശൻ്റെ നേതൃത്വത്തിൽ ചില ചർച്ചകളൊക്കെ നടന്നിരുന്നു. VD സതീശൻ ഈ KPCC അധ്യക്ഷനുമായി അല്ലെങ്കിൽ KPCC അധ്യക്ഷൻ്റെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കാണ് കഴിഞ്ഞ ദിവസം ദില്ലിയിലെത്തിയത്. അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിയെയും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയെയും കാണണമെന്നുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഒരു തവണ കൂടി ഇത്തരത്തിൽ ഇതേ ആവശ്യത്തിന് വേണ്ടി VD സതീശൻ ദില്ലിയിലെത്തിയിരുന്നു. ഈ പുതിയ KPCC അധ്യക്ഷനെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാടുകൾ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഒക്കെ അറിയിക്കാനാണ് VD സതീശൻ ദില്ലിക്ക് പോയത്. എന്നാൽ അന്ന് പാർലമെൻറ്റിൽ വലിയ ബഹളം നടക്കുന്ന സമയമായിരുന്നു. പാർലമെൻറ്റ് സമ്മേളനം തടസ്സപ്പെടുത്തുന്ന തിരക്കിലായിരുന്നു പ്രതിപക്ഷ നേതാക്കന്മാരെല്ലാം. അതുകൊണ്ട് തന്നെ പാർലമെൻറ്റിൽ മന്ദിരത്തിൽ വെച്ച് കാണാം എന്ന ഒരു പദ്ധതിയും VD സതീശനുണ്ടായിരുന്നു. പക്ഷേ അതിനും സാധിച്ചില്ല. ദില്ലിയിലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടക്കുന്ന സമരപ്പന്തലിലേക്ക് VD സതീശനെയും കൂട്ടിപ്പോവുകയായിരുന്നു രാഹുൽ ഗാന്ധി. സത്യത്തിൽ KPCC അധ്യക്ഷനെക്കുറിച്ച് ഒരക്ഷരം ചർച്ച നടത്താൻ അന്ന് സാധിച്ചില്ല. മുഖ്യമന്ത്രിയുടെ യാത്ര അന്ന് വെറുതെയായിരുന്നു. കഴിഞ്ഞ ദിവസവും അദ്ദേഹം ദില്ലിയിലെത്തിയത് ഇതിനു വേണ്ടിയായിരുന്നു. പക്ഷേ ദില്ലിയിൽ രാഹുൽ ഗാന്ധിയെയും അതുപോലെ തന്നെ സോണിയാഗാന്ധിയെയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഒന്നും കാണാൻ VD സതീശന് ഇന്നലെ കഴിഞ്ഞില്ല. പകരം അദ്ദേഹം ചർച്ച നടത്തിയത് KC വേണുഗോപാലുമായിട്ടായിരുന്നു. KC വേണുഗോപാലിൻ്റെ ദില്ലിയിലെ വസതിയിൽ എത്തിച്ചേർന്ന മുഖ്യമന്ത്രി ദീർഘനേരം അദ്ദേഹവുമായി ചർച്ച നടത്തിയിരുന്നു. KPCC അധ്യക്ഷനായി താൻ പറയുന്ന വ്യക്തി തന്നെ വേണം എന്നാണ് ഒരുപക്ഷെ VD സതീശൻ ആവശ്യപ്പെട്ടിരിക്കുക. ആരായാലും സർക്കാരുമായി ഒത്തുപോകുന്ന ഒരാളായിരിക്കണം എന്ന ആവശ്യമായിരിക്കും VD സതീശൻ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ വച്ചത് എന്ന അഭിപ്രായവുമുണ്ട്. എന്തായാലും VD സതീശൻ KC വേണുഗോപാലുമായി വിശദമായ ചർച്ചകൾ തന്നെ നടത്തിയിരിക്കുന്നു. KPCC അധ്യക്ഷനായി വരേണ്ട വ്യക്തി തൻ്റെ നോമിനി ആയിരിക്കണമെന്ന് KC വേണുഗോപാലും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയും ആഗ്രഹിക്കുന്നുണ്ട്. ആര് വന്നാലും തനിക്ക് വഴങ്ങുന്ന അല്ലെങ്കിൽ താനുമായി വളരെയധികം യോജിച്ചു പോകുന്ന ഒരാൾ വേണം എന്നാണ് ഒരുപക്ഷെ VD സതീശൻ ആവശ്യപ്പെട്ടിട്ടുണ്ടാവുക. ഏതെങ്കിലും പ്രത്യേക പേരുകൾ VD സതീശൻ ഹൈക്കമാൻഡിന് മുന്നിൽ വച്ചിട്ടുണ്ടോ എന്നറിയില്ല. മുഖ്യമന്ത്രി സ്ഥാനം VD സതീശന് പോയതുകൊണ്ട് തന്നെ പാർട്ടിയിലെ നിർണായകമായ സ്ഥാനങ്ങൾ രമേശ് ചെന്നിത്തലയ്ക്കും KC വേണുഗോപാലിനും കിട്ടുമെന്നാണ് ഇവർ പ്രതീക്ഷിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെല്ലാവരും ഇന്നിപ്പോൾ ദില്ലിയിലുള്ളത്. മുഖ്യമന്ത്രി ദില്ലിയിൽ നിന്നും മടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ KC വേണുഗോപാലുമായി മാത്രമേ അദ്ദേഹത്തിന് ചർച്ച നടത്താൻ സാധിച്ചിട്ടു. എന്നാൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ദില്ലിയിൽ തുടരുകയാണ്. അദ്ദേഹം ഇന്ന് രാഹുൽ ഗാന്ധിയുമായും അതുപോലെ തന്നെ സോണിയാഗാന്ധിയുമായും പ്രിയങ്ക ഗാന്ധിയുമായിട്ടും ഒക്കെ ചർച്ച നടത്തി കഴിഞ്ഞിരിക്കുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെയുമായിട്ടുള്ള ചർച്ച അദ്ദേഹത്തിൻ്റെ വസതിയിൽ രമേശ് ചെന്നിത്തല ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് രമേശ് ചെന്നിത്തലയുടെ നോമിനി നമുക്കറിയാം ജോസഫ് വാഴയ്ക്കനാണ് എന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജോസഫ് വാഴയ്ക്കന് സാധ്യതകൾ കൂടുന്നു എന്നാണ് ഈ കൂടിക്കാഴ്ചകളിൽ നിന്ന് വ്യക്തമാകേണ്ടത്. KC വേണുഗോപാലും സതീശനും ഇന്നലെ ചർച്ച ചെയ്ത് പിരിഞ്ഞതോടുകൂടി KC വേണുഗോപാലിൻ്റെയോ അതുപോലെ തന്നെ VD സതീശൻ്റെയോ നോമിനികൾ മത്സര രംഗത്തേക്ക് ഉണ്ടാകില്ല എന്നാണ് ലഭിക്കുന്ന സൂചന. അതുകൊണ്ട് തന്നെ KC വേണുഗോപാൽ ഇന്ന് തിരക്കിട്ട് നീക്കങ്ങൾ ദില്ലിയിൽ നടത്തുന്നുണ്ട്. അദ്ദേഹം കേന്ദ്ര നേതാക്കളുമായി നിരന്തരം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ പുതിയ KPCC അധ്യക്ഷനെ ഈ ചർച്ചകൾക്ക് ശേഷം ഓണത്തിന് ശേഷം പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. ആ പ്രഖ്യാപനം ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയ്ക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു പ്രഖ്യാപനമായിരിക്കാം എന്നും സൂചനയുണ്ട്. രമേശ് ചെന്നിത്തല ദില്ലിയിൽ തുടരുന്നതിൻ്റെ ഒരു കാരണം ഒരുപക്ഷെ അതായിരിക്കാം. എന്തായാലും മുഴുവൻ സമയ പ്രസിഡന്റ് വേണം എന്നാണ് എല്ലാവരും പറയുന്നത്. അതായത് MLAയോ MPയോ മന്ത്രിസ്ഥാനമോ അങ്ങനെയുള്ള ആരും ഈ KPCC അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കരുത് എന്നാണ് പറയുന്നത്. പക്ഷേ പലരും ഇപ്പോൾ ആ നിലപാട് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ മുഴുവൻ സമയ KPCC അധ്യക്ഷൻ വേണം എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ KPCC അധ്യക്ഷൻ പരസ്യമായി പറയുന്നത്. പക്ഷേ കൊടിക്കുന്നിൽ സുരേഷ് തനിക്ക് ഈ ഒരു KPCC അധ്യക്ഷ സ്ഥാനത്തിന് പൂർണ്ണമായ യോഗ്യതയുണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ദില്ലിയിലുണ്ട്. അദ്ദേഹം പക്ഷേ ഈ മുഴുവൻ സമയ പ്രസിഡന്റ് എന്ന വാദത്തെ അംഗീകരിക്കുന്നില്ല. അങ്ങനെയൊന്നും പാർട്ടിയുടെ ഭരണഘടനയിലില്ല. ആരായാലും കഴിവുള്ളവർ വരും എന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞത്. ഉടനെ തന്നെ KPCC അധ്യക്ഷനെ പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു. ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല ഒരുപക്ഷെ ആ ഒരു നിലപാടല്ല. അദ്ദേഹവും പറയുന്നത് മുഴുവൻ സമയ KPCC അധ്യക്ഷൻ വേണമെന്ന് തന്നെയാണ്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്.
വരികയാണ്. ചർച്ചകൾ പക്ഷേ ദില്ലിയിൽ പുരോഗമിക്കുകയാണ്. നിർണായകമായ ചർച്ചകൾ എന്ന് തന്നെ ഇതിന് പറയാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ ചർച്ചകളിൽ ലീഡ് ചെയ്യുന്നത് മുൻ കെ പി സി സി അധ്യക്ഷനായ രമേശ് ചെന്നിത്തലയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നോമിനിയായ വ്യക്തി, അതിപ്പോൾ ആരെങ്കിലും ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ നോമിനിയായ വ്യക്തി തന്നെ KPCC അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടേക്കാം എന്നൊരു സൂചനയുണ്ട്. എന്തായാലും ആ പ്രഖ്യാപനം ഉടലില്ല. പക്ഷേ ഓണത്തിന് ശേഷം അതുണ്ടാകും എന്നാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ നൽകുന്ന സൂചന.